എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻസിയിൽ നിന്നും ഒഴിവാക്കി? കഴിഞ്ഞ ദിവസം ഹാർദിക് പാണ്ഡ്യ ഒരു പ്രസ് മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. മുംബൈ ഇന്ത്യൻസിൻ്റെ നായകനായ ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാർത്താ സമ്മേളനമായിരുന്നു. മുംബൈ മേരി ജാൻ എന്ന പരിപാടിയിൽ മുംബൈയുടെ പരിശീലകനായിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ താരം മാർക്ക് ബൗച്ചറിനൊപ്പമായിരുന്നു ഹാർദിക് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹം നേരിട്ട് ആദ്യ ചോദ്യം തന്നെയായിരുന്നു, ആരാധകരിൽ നിന്ന് നേരിട്ട് ആദ്യത്തെ ചോദ്യം തന്നെയായിരുന്നു എന്തുകൊണ്ട് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി എന്നുള്ളത്. അതിന് വ്യക്തമായ മറുപടിയും ഹാർദിക് പാണ്ഡ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഏറെക്കാലം മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ കളിച്ച താരമായിരുന്നു ഹാർദിക് പാണ്ഡ്യ. അപ്പോൾ 2 സീസണുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തവണ പാണ്ഡ്യ തൻ്റെ പഴയ കൂടാരമായ മുംബൈയിലേക്ക് തിരികെ എത്തിയിട്ടുള്ളത്. രോഹിത് തൻ്റെ ക്യാപ്റ്റൻസിയിൽ കളിക്കുന്നതിൽ ഒരു അസ്വാഭാവികതയുമൊന്നുമില്ലെന്നാണ് ഹാർദിക്കിൻ്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ സഹായിക്കാൻ രോഹിത് എപ്പോഴും കൂടെ ഉണ്ടാവണമെന്നും ആവശ്യം വന്നാൽ അദ്ദേഹത്തിൻ്റെ സഹായം ചോദിക്കാൻ താൻ ഒട്ടും മടിക്കത്തില്ല എന്നും ഹാർദിക് പാണ്ഡ്യ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻസി ചേഞ്ച് വന്നതിനെക്കുറിച്ച് താനോ രോഹിത്തോ അല്ലെങ്കിൽ താൻ രോഹിത്തുമായി ഇതുവരെ ഒന്നും സംസാരിച്ചത് പോലും ഇല്ല എന്നാണ് ഹാർദിക് പാണ്ഡ്യയുടെ വെളിപ്പെടുത്തൽ. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ക്രിക്കറ്റിൽ ഒരു പ്ലെയറെ മാത്രം ആശ്രയിച്ചല്ല ഒരു ടീം മുന്നേറുന്നതെന്നും ക്യാപ്റ്റൻസി ചേഞ്ച് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അത് നടത്തേണ്ടി വരുമെന്നും ഹാർദിക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിനാൽ തന്നെ തൻ്റെ ക്യാപ്റ്റൻസിയിൽ രോഹിത് ശർമ്മയെ പോലൊരു സീനിയർ താരം മുംബൈ ഇന്ത്യൻസിൽ കളിക്കുന്നതിൽ യാതൊരുവിധ അസ്വാഭാവികതയുമൊന്നുമില്ലെന്നാണ് മുംബൈയുടെ നായകനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ ഇന്നലെ പ്രസ് മീറ്റിങ്ങിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, IPL ടീമുകളിൽ ആരാധക പിന്തുണയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ടീമായിരുന്നു മുംബൈ ഇന്ത്യൻസ്. എന്നാൽ ആ ഒരു ക്യാപ്റ്റൻസി ചേഞ്ച് വന്നതിന് ശേഷം പൊടുന്നനെ തന്നെയായിരുന്നു അവരുടെ ആരാധകരുടെ പിന്തുണയിൽ ഇടിവുണ്ടായിട്ടുള്ളത്. രോഹിത് ശർമ്മയുടെ അടക്കം ഡൈഹാർഡ് ഫാൻസ് മുംബൈ ഇന്ത്യൻസിന് നേരെ തിരിഞ്ഞ നിമിഷങ്ങളായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ IPL പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ രോഹിത് ശർമ്മയുടെ ആ ഒരു ക്യാപ്റ്റൻസി ഇല്ലാമ മുംബൈ ഇന്ത്യൻസ് എങ്ങനെ മറികടക്കുമെന്ന് കാത്തിരുന്ന് കാണാം. അപ്പം വരുന്ന സീസണിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഒരു കിരീടം നേടിക്കൊടുത്തുകൊണ്ട് തുടങ്ങാൻ തൻ്റെ ക്യാപ്റ്റൻസി ഗംഭീരമാക്കാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.